of you. Welcome to Bharat Academy. Bharat Academy ഇന്ന് ഒരു പുതിയ കോഴ്സ് ആരംഭിക്കാൻ പോയി. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നു. അത് അപേക്ഷിക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞു. എന്നാൽ ചില ആളുകൾക്ക് ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പുറത്ത് പോയി ചെയ്യേണ്ടവർക്ക്, ഇപ്പോൾ DTP സെൻറ്ററിലോ അക്ഷയ സെൻറ്ററിലോ ഒക്കെ പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആളുകൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഒന്നും കൂടി ഈ രജിസ്റ്റർ ആയിട്ടുള്ള ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യണം എന്നുള്ള ആവശ്യം പല കോർണറുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. എങ്കിലും ഇതുവരെ അത് നീട്ടിയിട്ടില്ല. ചിലപ്പോൾ നീട്ടുവരായിരിക്കും. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആ ജോലി എളുപ്പത്തിൽ നേടാനായിട്ടുള്ള ട്രിക്കുകൾ ആണ് നമ്മൾ ഈ കോഴ്സിലൂടെ ആരംഭിക്കാൻ പോകുന്നത്. ഓരോരോ സിലബസ് വൈസ് ഓരോരോ ടോപ്പിക്കായിട്ട് ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഈ വന്നിരിക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന ജോബ് നമ്മൾ ക്രാക്ക് ചെയ്യും, അതിന് വേണ്ട പ്ലാനുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. തുടർന്ന് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സിലബസ് പൂർണ്ണമായിട്ടും നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തതായിരിക്കും. ഇതുവരെ നമുക്ക് നിങ്ങളുടെ ഒരുപാട് സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നാണ് ഈ കാറ്റഗറിക്ക് പറയുന്നത് പേര് എങ്കിലും യഥാർത്ഥത്തിൽ ഇത് അസിസ്റ്റൻ്റ് ഗ്രേഡിലുള്ള ഒരു എക്സാമിനേഷനാണ്. ഏതാണ്ട് അധികം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാറ്റഗറി ആണിത്. ഇപ്പോൾ ഡിഗ്രി ലെവലിലുള്ള ആളുകൾക്ക് സിവിൽ സർവീസ് കഴിഞ്ഞാൽ ഏറ്റവും ഗ്ലാമറുള്ള ജോലി, ഏറ്റവും കൂടുതൽ വാക്കൻസി ഉള്ള ജോലി, നല്ല വരുമാനം കിട്ടുന്ന ജോലി, പ്രമോഷൻ സാധ്യതയുള്ള ജോലി ഒക്കെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള ഈ കാറ്റഗറി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ മുൻകാലങ്ങളിൽ നടന്ന എക്സാമിനേഷനെ കുറിച്ചും നമ്മൾക്ക് ഈ ജോലിക്ക് കിട്ടാവുന്ന സാധ്യതകളെക്കുറിച്ചും ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് ഗ്രേഡിലേക്ക് ഉള്ള എക്സാമിനേഷനാണ്. ഇതിന് ഒരുപാട് പ്രമോഷൻ സാധ്യതകൾ ഉള്ള ഒരു ജോലിയാണ്. അസിസ്റ്റൻ്റ് ഗ്രേഡ് അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് പഴയ സാലറി സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പുതിയ സാലറി സ്കെയിലാണ്. അതായത് ഈ എക്സാമിനേഷനെ കഴിഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്കെയിലായിരിക്കും നമുക്ക് സാലറി കിട്ടുക. അപ്പോൾ അസിസ്റ്റൻ്റ് ഗ്രേഡിലുള്ള സാലറിക്ക് 39,300 തുടങ്ങി 83,000 രൂപ വരെയുള്ള ആണ് സ്കെയിൽ. എന്ന് പറഞ്ഞാൽ ജോയിനിങ്ങിൽ തന്നെ ഏകദേശം ഒരു 45,000ഓളം 45,000 രൂപയോളം നമുക്ക് കിട്ടുന്ന ഒരു മനോഹരമായ ജോബാണ് ഈ അസിസ്റ്റൻ്റ് ഗ്രേഡിലുള്ള ജോലി. ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ അതിനുശേഷം സീനിയർ അസിസ്റ്റൻ്റ് ഗ്രേഡ് അത് 51,400 തുടങ്ങി 11,300 വരെയാണ് അതിൻ്റെ സ്കെയിൽ. അണ്ടർ സെക്രട്ടറി ഗ്രേഡ് 63,700 തുടങ്ങി 1,20,700 വരെയാണ്. ഡെപ്യൂട്ടി സെക്രട്ടറി മോഡ് 1,07,800 തുടങ്ങി 1,60,000 രൂപ വരെയാണ്. ജോയിൻറ്റ് സെക്രട്ടറി ഗ്രേഡ്
1,18,100 തുടങ്ങി 1,63,400 വരെയാണ്. അഡീഷണൽ സെക്രട്ടറി 1,20,700 തുടങ്ങി 1,66,800 വരെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ സ്പെഷ്യൽ സെക്രട്ടറി. അപ്പോൾ ഒരു ഏറ്റവും വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി കിട്ടുന്ന ഒരാൾക്ക് ഒരു സ്പെഷ്യൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി എന്നുള്ള ലെവലിൽ നമുക്ക് റിട്ടയർഡ് ആകുമ്പോൾ, അപ്പോൾ ഈ റിട്ടയർഡ് ആകുമ്പോൾ ഏകദേശം 10-25 വർഷം കഴിയുമ്പോഴേക്കും പിന്നീട് പുതിയ സാലറി സ്കെയിലൊക്കെ വരും. അപ്പോൾ റിട്ടയർഡ് ആകുമ്പോഴും ആവറേജ് 1.5 ലക്ഷത്തിൽ അധികം പെൻഷൻ വാങ്ങാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ജോലിയാണ്. അപ്പോൾ ഇത്രയൊക്കെ കിട്ടുമ്പോൾ ഈ കിട്ടണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷനും ഈ ജോബിന് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എക്സാമിനേഷൻ നടക്കുന്നത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് മാത്രമായിട്ടായിരിക്കാൻ വളരെ സാധ്യത കുറവാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതുപോലെ തന്നെ ഒരു ഡിഗ്രി ലെവലിലുള്ള ആളുകൾക്ക് ഒരു ഗ്ലാമർ ജോബ് അല്ലെങ്കിൽ ഡ്രീം ജോബ് എന്നൊക്കെ പറയുന്ന കുറേ നോട്ടിഫിക്കേഷനും കൂടി വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷന് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള PSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വിജിലൻസ് ട്രിബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻ്റ് ഗ്രേഡിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ആണ് നമ്മളിപ്പോൾ ഓൾറെഡി അപേക്ഷിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന ഡിഗ്രി ലെവലിലുള്ള ഇതുപോലെ തന്നെ ഗ്ലാമർ ജോലിയായിട്ടുള്ള ഡ്രീം ജോബായിട്ടുള്ള പവറുള്ള പൊസിഷൻ ആണ് അടുത്ത വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റൻറ്റ്, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറി, ഇതുമാതിരി ഒട്ടേറെ നോട്ടിഫിക്കേഷൻസ് അടുത്ത കാലത്ത് ഇനി തുടർന്നുള്ള കാലങ്ങളിൽ വരാറുണ്ട്. മിക്കവാറും ഇതിനെല്ലാത്തിനോട് ചേർന്ന് ഉള്ളതായിരിക്കും പ്രിലിംസ് എക്സാമിനേഷൻ എന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടും ഒരുപാട് സമയം കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണം എന്ന് നോക്കേണ്ടത് നമ്മൾ മുൻകാലത്തെ ഏറ്റവും അവസാനത്തെ എക്സാമിനേഷനെ കുറിച്ച് ഒന്ന് നോക്കാം. പ്രീവിയസ് എക്സാം ഡേറ്റ് 13/10/18 2018 അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 75.33 ആയിരുന്നു. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 14/2/19 മെയിൻ ലിസ്റ്റ് വന്നത് 9/4/19 മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 1006, അതിനോടൊപ്പം ഉണ്ടായിരുന്ന സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 602 ആയിരുന്നു. അങ്ങനെ മൊത്തം 1608 പേരാണ് വന്നത്. ഈ 16/4/2021 വരെ അഡ്വൈസ് പോയിരിക്കുന്നത് 296 പേര്. അപ്പോൾ നമ്മൾ ഈ എക്സാമിനേഷനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ഏതാണ്ട് 8 ലക്ഷത്തോളം ആളുകൾ അപ്ലൈ ചെയ്ത ഒരു എക്സാമിനേഷന് ജോലി കിട്ടിയിരിക്കുന്നത് 296 പേർക്കാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമാണിത്. അത് മാത്രമല്ല, അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് 75.33. ഒരു ഡിഗ്രി ലെവലിലുള്ള മുൻകാല പരീക്ഷകൾ നോക്കുമ്പോൾ ഏതാണ്ട് എല്ലാ എക്സാമിനേഷനും ആവറേജ് 70 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മിനിമം ഒരു റാങ്ക് ലിസ്റ്റിൽ പെടണമെങ്കിലും ഏതാണ്ട് 75% അധികം മാർക്ക് വാങ്ങിക്കണം. അങ്ങനെ അധികം മാർക്ക് വാങ്ങിച്ചു എന്നുകൊണ്ട് 75% കറക്റ്റ് ആ ഒരു റേഞ്ചിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ
ഡ്രീം ജോബ്, നമ്മുടെ ഈ ഗ്ലാമർ ജോബ് കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതിനകത്ത് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഉള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്തില്ല എങ്കിൽ, ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ച് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അതിൽ കുറവേ കിട്ടുള്ളൂ. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഈ പെടുന്ന ഇഫർട്ട് നമുക്ക് ഗുണകരമായിട്ട് മാറണമെങ്കിൽ, അതായത് നമുക്ക് ഈ ജോലി കിട്ടണമെങ്കിൽ, നമ്മൾ ഈ 7-8 ലക്ഷം പേര് അപേക്ഷിക്കുന്ന ഈ എക്സാമിനേഷനിൽ ആദ്യത്തെ 100 റാങ്കിൽ എത്താൻ കഴിയണം. അങ്ങനെ ആദ്യത്തെ 100 റാങ്കിൽ എത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി കിട്ടേണ്ട ആവശ്യത്തിലേക്ക് അതേ രീതിയിലുള്ള ഒരു പ്രാക്ടീസ് അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വളരെ ബൃഹത്തായിട്ട് തന്നെ സമഗ്രമായിട്ട് തന്നെ ഈ ക്ലാസ്സുകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈനിൽ ലൈവ് ക്ലാസ് എല്ലാ ദിവസവും രാത്രി 8:30 തുടങ്ങി 9:30 വരെ ഉണ്ട്. അപ്പോൾ ഫാക്കൽറ്റി ആയിട്ടൊക്കെ നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ടും കഴിയും. അത് കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രാക്ടീസ് ചെയ്യുന്നതിനും ആ കോഴ്സിൽ ആഗ്രഹമുള്ളവർക്കൊക്കെ ചേരാവുന്നതാണ്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എല്ലാം സമഗ്രമായിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ തയ്യാറെടുക്കാനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏതാണ്ട് 90% അധികം മാർക്ക് വാങ്ങാനായിട്ട് നമ്മൾ റെഡിയാണ്. അതനുസരിച്ചിട്ട് ഉള്ളൊരു പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടത് ഒരു സിലബസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനവും, അതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള മാത്സിൻ്റെ ടെക്നിക്കുകൾ, ഇംഗ്ലീഷിൻ്റെ ടെക്നിക്കുകൾ, അതുപോലെ തന്നെ GK നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ടെക്നിക്കുകൾ, ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് ട്രിക്കുകളോട് കൂടിയുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ ഗണിതം, ലളിതം എന്ന ക്ലാസ് മുൻകാല വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഓരോരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ഈസി മെത്തേഡിൽ ക്രാക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. കാണാത്തവർ അതൊന്ന് കണ്ടോളൂ. നമ്മൾ അത് തന്നെ ഇതിന് പുതിയ മെത്തേഡുകൾ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ 75 മിനിറ്റാണ് ഈ എക്സാമിനേഷന് നമുക്ക് കിട്ടുന്നത്. അതിൽ ഏതാണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏതാണ്ടൊരു 15-20% ഉള്ള ക്വസ്റ്റ്യൻസാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് കൺഫ്യൂഷൻ ഉള്ളത്, പെട്ടെന്ന് വല്ലപ്പോഴൊക്കെ ചോദിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം പറ്റാത്തത്, ചിലപ്പോൾ ആൻസർ ഇല്ലാത്തത്, ഇങ്ങനെ വിവിധ തരത്തിൽ ഒരു കൺഫ്യൂസ് ചെയ്യിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ഒരു 15% തുടങ്ങി 20% വരെ ഏതാണ്ട് എല്ലാ എക്സാമിനേഷനും കണ്ടേക്കാം. അപ്പോൾ നമ്മൾ ഈ 75 മിനിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് 40-35 എന്ന ക്രമത്തിലാണ്. അതായത് ആദ്യത്തെ 40 മിനിറ്റ് കൊണ്ട് 80% തുടങ്ങി 85% വരെയുള്ള മാർക്ക് നേടാനായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ മാർക്ക് ചെയ്യും. ബാക്കി 35 മിനിറ്റാണ് നമ്മൾ ഈ 15 തുടങ്ങി 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് എടുക്കുക. ഇതിനകത്ത് എത്ര കൂടുതൽ ചെയ്യുന്നുവോ അത്രയും നമ്മൾ റാങ്കിൽ മേൽപോട്ട് കയറിക്കൊണ്ടിരിക്കും, നമ്മളുടെ ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സുരക്ഷിതം ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഏതാണ്ട് 80 തുടങ്ങി 85% വരെ ചോദ്യങ്ങൾ 40 മിനിറ്റിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ
അതിനനുസരിച്ചിട്ടുള്ള ട്രിക്കും പ്രാക്ടീസും നമ്മൾ കൈവരിച്ചിരിക്കണം. അതാണ് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാൻ പോകുന്നത്. അത് തുടർന്നുള്ള ക്ലാസ്സിൽ പറയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ എല്ലാം അതിൻ്റെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് അത് വിശദമായി തന്നെ മനസ്സിലാക്കിയതിന് ശേഷം അതിനകത്ത് നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതിനകത്ത് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാനുള്ള ചോദ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ക്രമേണ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത് തുടർച്ചയായി കേൾക്കുകയും അതനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുകയും നമ്മൾ എല്ലാ ദിവസവും തന്നെ ഈ ലെക്ചർ ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന ലെക്ചർ ക്ലാസ്സുകൾ കൂടാതെ ഒരു 2 മണിക്കൂർ മൊത്തം ഒരു 3 മണിക്കൂർ എല്ലാ ദിവസവും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു സ്ഥിര ഉത്സാഹവും ലക്ഷ്യബോധവും ഉള്ള ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ സ്വപ്ന ജോലിയായ ഗ്ലാമർ ജോലിയായ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ ഇന്ന് തുടങ്ങി ആരംഭിക്കുകയാണ്. ഏതൊക്കെ അതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ സിലബസുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതിൽ ഹിസ്റ്ററിയാണ് ആദ്യം കൊടുത്തിരിക്കുന്ന സിലബസ്. അത് കേരള ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ ആഗമനം തുടങ്ങി അവരുടെ കോൺട്രിബ്യൂഷൻസ്, കേരളത്തിൽ ഉണ്ടായ കോൺട്രിബ്യൂഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ തുടങ്ങി ശ്രീ തിരുനാൾ വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ സാമൂഹികവും ദേശീയപരമായിട്ടുള്ള കേരളത്തിലുണ്ടായിരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും അതിൻ്റെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള. ഇത് 1956 ശേഷം എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് രൂപം കൊണ്ടതിന് ശേഷം ഉള്ള പൊളിറ്റിക്കലുമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള അതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ആയിരിക്കും. ഇപ്പോൾ ഈ 2ാം പിണറായി സർക്കാർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ജനറലായിട്ടുള്ളൊരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ ചെയ്യുന്ന മിഡിവൽ ഇന്ത്യ തുടങ്ങി പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഗ്രസ്, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾസ്, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി. പിന്നെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് ഇൻഡിപെൻഡൻറ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരിയഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. പോളിസി കൂടാതെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി 1951 1951 ശേഷമുള്ളത്. അതും ഇന്ത്യയിലെ ഗവൺമെൻറ് ഒരു സ്വതന്ത്ര ഗവൺമെൻറ് വന്നതിന് ശേഷമായിട്ടുള്ള പൊളിറ്റിക്സ് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേൾഡ് ഹിസ്റ്ററി ഗ്രേറ്റ് റവല്യൂഷൻസ് ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻസ്, റഷ്യൻ റവല്യൂഷൻസ്, ചൈനീസ് റവല്യൂഷൻസ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, അതിൻ്റെ കൂടെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. പിന്നെ ജോഗ്രഫിന്ന് ബേസിക് ജോഗ്രഫി, എർത്തിൻ്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോം, പ്രഷർ, ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ് വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ് ആൻഡ് വേരിയസ് മൂവ്മെൻറ്റ്സ്, കോണ്ടിനെൻറ്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി, ഫിസിയോഗ്രഫി, സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലർ പ്ലാറ്റു, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്,
നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, കൾച്ചറൽ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. എല്ലാ റോഡിൽ വാട്ടറിൻ്റെ എല്ലാ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചും അവയർനെസ് ഉണ്ടാകും. പിന്നെ കേരള ജോഗ്രഫിയിൽ കേരള ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. പിന്നെ എക്കണോമിക്സ് എന്നുള്ളത് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബജറ്റ്, ഫിസിക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഇനി സിവിക്സ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, ഇ ഗവേണൻസ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, election, political parties, human rights and organizations, act and rules regarding consumer protection, watershed management, labor and employment, national rural employment policies, land reforms, protection of women, children and old age people, social welfare, social security, socio-economic statistics, ഡാറ്റ, അതോടനുബന്ധിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിള്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, എമർജൻസി യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. പിന്നെ ലിറ്ററേച്ചറിൽ കേരളത്തിലെ പ്രധാന ദൃശ്യ, ശ്രാവ്യ ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. കായിക രംഗത്ത് മുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്, പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, മത്സരങ്ങളും അതിൻ്റെ കായിക ഇനങ്ങളും, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ടേംസ്. പിന്നെ ഒളിമ്പിക്സ് സംബന്ധിച്ച് ഒളിമ്പിക്സിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, ആ രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, അതിൻ്റെ കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, പിന്നെ ഏഷ്യൻ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, ഇതിൻ്റെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വസ്തുക്കൾ. പിന്നെ നാഷണൽ ഗെയിംസുകൾ, ഗെയിംസ് ഇനങ്ങൾ, അതിൻ്റെ മത്സരങ്ങൾ, അതിനകത്ത് താരങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, അവരുടെ വിനോദങ്ങൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ലിറ്ററേച്ചറിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, എഴുത്തുകാർ, തുലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം
ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, അവരുടെ കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികളും അനുബന്ധ വസ്തുതകളും, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. പിന്നെ കൾച്ചറിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. പിന്നെ കമ്പ്യൂട്ടർ അവയർനെസ് ഇതിനകത്തുണ്ട്. കമ്പ്യൂട്ടർ സയൻസും അതിൻ്റെ ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സും, അതിൻ്റെ ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ്, അതിൻ്റെ നൈമും ഉപയോഗവും യൂസസും, ഔട്ട്പുട്ട് ഡിവൈസും അതിൻ്റെ പേരുകളും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ഫീച്ചേഴ്സും, മെമ്മറി ഡിവൈസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി, അതിൻ്റെ എക്സാമ്പിൾസും ഫീച്ചേഴ്സും, സോഫ്റ്റ്വെയർ ക്ലാസിഫിക്കേഷന്, അതിൻ്റെ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ഫങ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ബേസിക് തന്നെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പാക്കേജേഴ്സ്, വേൾഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്സ്, ഡാറ്റാബേസസ് ആൻഡ് പാക്കേജസ്, പ്രസൻറ്റേഷൻസ്, ഇമേജ് എഡിറ്റേഴ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഓഫ് ഈച്ച്, ഓരോന്നിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്, ഈച്ച് ഓഫ് പ്രോഗ്രാമിംഗ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ. അതിൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ടൈപ്സ് ഓഫ് ഇൻ്റർനെറ്റ്, ലാൻ, വാൻ, മാൻ, ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻസും ഏരിയ. നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗങ്ങൾ. പിന്നെ ഇൻ്റർനെറ്റ് സർവീസസിൻ്റെ വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, അതിൻ്റെ എക്സാമ്പിൾസും പർപ്പസസും. പിന്നെ സോഷ്യൽ മീഡിയയുടെ എക്സാമ്പിൾസും ഫീച്ചേഴ്സും. വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML ബേസിക് മാത്രം. സൈബർ ക്രൈംസും അതിൻ്റെ സൈബർ ലോസും, ടൈപ്സ് ഓഫ് ക്രൈംസും അതിൻ്റെ അവയർനെസ് ലെവലും, IT ആക്റ്റും അതോടെ ലോസും അതിൻ്റെ അവയർനെസ് ലെവൽ. പിന്നെ ഇതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റിലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, national policy on science and technology, and innovations, basics of everyday science, human body, public health and community medicine, food and nutrition, healthcare, institutes and organizations in India promoting integration of science and technology and innovation, their activities and contributions of prominent Indian scientists, technology in space and defense, evolutions of Indian space programs, ISRO, its activities and achievements, various satellites programs, DRDO visions, mission and activities, energy requirement and efficiency, India's existing energy needs and deficit, India's energy resources and dependence, renewable and non-renewable energy resources, energy policy of India, government policies and programs, energy security and nuclear policy of India, environment science, issues and concerns related to environment, its legal aspects, policies and treaties for the protection of environment at the national and the international level, environment protection for sustainable development, biodiversity, its importance and concerns, climate change, international initiatives, policies, protocols, and India's commitment, Western Ghats, features, characteristics and issues, forest and wildlife, legal framework for forest and wildlife conservation in India, environment hazards, pollutions, carbon emission, global warming, developments in biotechnology, green technology and nanotechnology, plus related current affairs.
in mathematics and mental ability, simple arithmetic and numbers and basic operations, fractions and decimal numbers, percentage, profit and loss, simple and compound interest, ratio and proportions, time and distance, time and work, average, laws of exponents, mensurations, progressions in mental ability എന്ന് ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, അതായത് സീരീസ്, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, സ്ഥാനനിർണ്ണയ പരിശോധന, സമാന ബന്ധങ്ങൾ, അനലോഗി, വേർഡ് അനലോഗി, ആൽഫബറ്റ് അനലോഗി, നമ്പർ അനലോഗി, പിന്നെ ഓഡ് മാൻ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യ അവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻസ്, ദിശാവബോധം, സെൻസ് ഓഫ് ഡയറക്ഷൻസ്, ക്ലോക്കിലെ സമയവും കോണളവും, ടൈം ആൻഡ് ആംഗിൾസ്, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, കലണ്ടറും തീയതിയും, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ, ക്ലറിക്കൽ എബിലിറ്റി. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ, ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറൻസ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്, confusion of adjectives and adverbs, comparison of adjectives, adverbs and possession of adverbs, articles, the definite and indefinite articles, uses of primary and modal auxiliary verbs, tag questions, infinitive and gerunds, tenses in conditional sentence, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences, vocabulary, singular and plural, change of gender, collective nouns, word formation from other words and use of prefix or suffix, compound words, synonyms, antonyms, phrasal verbs, foreign words and phrases, one word substitutes, word often confused, spelling test, idioms and their meaning, translation of a sentence, proverb into മലയാളത്തിലുള്ള പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം അല്ലെങ്കിൽ വാക്യം ചേർത്തെഴുതുക. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ വരുന്നത്. ഇത് കൂടാതെ തമിഴിൽ എഴുതുന്നവർക്ക് തമിഴിലും കന്നഡത്തിൽ എഴുതുന്നവർക്ക് കന്നഡത്തിലും എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്ലാസ് വന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്, അതായത് ഓരോ ചാപ്റ്ററിനും മൊത്തം 100 മാർക്കാണ് ഉണ്ടാകുന്നത്. അതിൽ ഓരോ പോർഷൻസിൽ നിന്നും എത്ര മാർക്കാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അതാത് ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കൽ കൂടി പറയേണ്ട, ഇത്തരം സിലബസിനകത്ത് നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പോൾ സിലബസിനകത്ത് നിന്നുകൊണ്ട് തന്നെ മാത്രം നമ്മൾ പഠിക്കുക, ഓരോന്നോരോന്നും പഠിക്കുക, എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഈ ക്ലാസ്സുകൾ കൂടാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സിലും പറയുന്നതായിരിക്കും. അതിൻ്റെ വർക്ക്ഷീറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ 100 റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. അങ്ങനെ നമുക്ക് ഈ ജോലി കരസ്ഥമാക്കാൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാണാം.